നമസ്കാരം കൂട്ടുകാരെ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ യു കെയിലേക്ക് വരാൻ പോകുന്ന സ്റ്റുഡൻ്റായിട്ടുള്ള കുട്ടികളെ കുറിച്ചാണ്. കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ അത്യാവശ്യം ശമ്പളമുള്ള ആൾക്കാർ നിങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വന്ന് നിങ്ങൾ പട്ടിണി കിടക്കാനും അതുപോലെ ജോലി കണ്ടെത്തുന്നത് വരെയുള്ള വരുമാനവും ഇപ്പം ഒരു 2-3 മാസം ജോലി ഇല്ലെങ്കിൽ നിങ്ങളുടെ റെൻറ്റ്, അതുപോലെ ഫുഡ്, അക്കോമഡേഷൻ കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ട് മിനിമം ഒരു മാസം 1000 പൗണ്ടിന് മുകളിൽ നമുക്ക് ചിലവുണ്ട്. ഈ 1000 പൗണ്ടിന് മുകളിൽ ചിലവിനുപരി പിന്നെ നമ്മൾ ഫീസ് അടയ്ക്കണമെങ്കിൽ അത് പിന്നെ വേറെ കണ്ടെത്തണം. പിന്നെ ഇപ്പം ഈ ഒരുവിധം ഉള്ള ഒരാൾക്കും തന്നെ ഈ വന്നിറങ്ങി പിറ്റെന്നോ അല്ലെങ്കിൽ 3 ജോലി കിട്ടത്തില്ല. ചിലപ്പോൾ 1 മാസം എടുക്കും, ചിലപ്പോൾ 2 മാസം എടുക്കും, ചിലപ്പം 6 മാസം എടുക്കും, 7 മാസം എടുക്കും. അത് ഓരോരുത്തർ ജോലി അന്വേഷിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള ജോലികളെന്ന് പറയുന്നത് ഒന്ന് റെസ്റ്റോറൻറ്റിലും വെയിറ്ററായിട്ടോ പാത്രം കഴുകാനോ ജോലി പെട്ടെന്ന് കിട്ടാം. ശമ്പളം കുറവായിരിക്കും. പിന്നെ രണ്ടാമത് കെയർ ഹോമിലാണ്. ശമ്പളം ഉണ്ടായിരിക്കും, പക്ഷേ ജോലി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മൾ കെയർ അസിസ്റ്റൻ്റായിട്ടായിരിക്കും ജോലി ചെയ്യേണ്ടത്. അപ്പോൾ ചിലർ ഈ നമ്മുടെ നാട്ടിൽ പാത്രം കഴുകുകയോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്ത, അതിനൊന്നും പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേര് നമ്മളെ യു കെയിലൊക്കെ വന്നിട്ട് കുറച്ച് നാളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള രീതിക്ക് വരുന്നതാണ്. കുറച്ച് നാൾ നിന്നതിന് ശേഷം അതൊക്കെ മതിയാക്കി നാട് തന്നെയാണ് സുഖമെന്നും 10 കുറ്റം യു കെയെ പറ്റി പറഞ്ഞും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും യു കെയിൽ നല്ല രാജ്യമൊന്നും ഞാൻ പറയുന്നില്ല. ജോലി എടുത്താൽ പൈസ ഉണ്ടാവും. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഞാനിവിടെ റൺ ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട്. പക്ഷെ നമുക്ക് പാത്രം കഴുകുന്നത് മുതൽ സകലമാന ജോലിയും നമ്മൾ ചെയ്താലേ പറ്റൂ. അപ്പം ഒരാളൊരു സ്ഥലത്ത് വന്നില്ലെങ്കിൽ അവിടെ കവർ ചെയ്യണം. അപ്പം ഫ്രണ്ടിൽ ആളില്ലെങ്കിൽ അത് കവർ ചെയ്യണം. അല്ലെങ്കിൽ ഷെഫാണ്, ഞാൻ ഷെഫായിരുന്നു. അപ്പം നമ്മുടെ ജോലി അതും ചെയ്യണം. നമ്മൾ എക്സ്ട്രാ പണിയും എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചം ഉണ്ടാകത്തുള്ളൂ. ഇപ്പം എല്ലാവരും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. പിന്നെ ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നവർ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് തേക്കുകയാണ്. ഇവിടെ വന്ന് ബിസിനസ്സൊക്കെ തുടങ്ങി അതൊക്കെ ലാഭത്തിലായി. പിന്നെ അതിൽ നിന്നൊരു വർക്ക് പെർമിറ്റ് എടുത്ത് അതിൽ വിസ എടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നെഗറ്റീവ് പറയണമെന്ന് വിചാരിക്കണ്ട. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ വളരെ ചുരുക്കം ചിലർക്ക്, വളരെ തുച്ഛമായ ആൾക്കാർക്ക് വരുമ്പോൾ നല്ല ജോലിയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അവരങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതൊക്കെ ഒരു 1000-1-2 പേരെ ഞാൻ കണ്ടതായിട്ടുള്ളൂ. പിന്നെ മിക്കവാറും ഈ പഠിക്കാൻ പോകാനായിട്ട് ഇവിടെ വരുന്നവർ മിക്കവാറും പെൺപിള്ളേരായാലും ഒക്കെ ഈ റീലും അതുപോലെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒന്നും നോക്കി നിങ്ങൾ വരരുത്. കാരണം ഇതൊക്കെ വെറുതെ നമ്മൾ കാണിക്കാൻ വേണ്ടി, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇടുന്നതാണ്. നമ്മൾ പണിയെടുത്താൽ കാശുണ്ട്. പണി എന്ന് പറഞ്ഞാൽ നല്ല കട്ട പണിയെടുക്കുന്നവർക്ക് കട്ടയ്ക്ക് കാശും കിട്ടും. ഇപ്പം പണി ഈസി ആകുമ്പോൾ കാശ് കുറയും. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഓക്കെ.